നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ? ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കിളിമീനാണ് കേട്ടോ. കിളിമീൻ നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാക്കുക, അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക. പിന്നീട് നമുക്കിനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ തേങ്ങ, ഇതെല്ലാമാണ്. പിന്നെ വറക്കാനായിട്ട് ഞാൻ കുറച്ച് പെരുജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചക്കുരുമുളക്, ഇച്ചിരി കറിവേപ്പില, ഉപ്പ്, എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. തക്കാളി, ഉള്ളിയും പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിക്ക, കറിവേപ്പില, ഇതെല്ലാം കറിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് തേങ്ങയും ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്. ആ തേങ്ങയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളി മറക്കരുത്. കുടംപുളി നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അത് മറന്നു പറഞ്ഞ് ഞാൻ കുടംപുളി ഇട്ടാണ്. ചില സ്ഥലങ്ങളിൽ കുടംപുളിക്ക് വരെ വാളംപുളി ഉപയോഗിക്കാറുണ്ട്. നമ്മളിവിടെ കുടംപുളി ഇട്ടാണ് കറി വയ്ക്കുന്നത്. ആദ്യം ഉള്ളി ഇട്ടു, കടുകും ഉലുവയും പൊട്ടിച്ചു. അതിനകത്തേക്ക് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ലേശം ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു വഴറ്റുകയാണ്. അതിനുശേഷം ഓരോന്ന് നന്നായിട്ട് ഒരു റെഡ് കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ അടുത്ത ഇടുന്നത് ഇഞ്ചി, വെളുത്തുള്ളിയാണ്. നന്നായിട്ട് ഫ്രൈ ആക്കുക. ഒന്ന് ചുമന്ന നിറമാകുന്നവരെ, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടത് വഴറ്റിയെടുക്കുക. 2 പച്ചമുളക് ചെറുതാക്കി ഞുറുക്കിയത്, കറിവേപ്പില അതിലേക്കിടുക. ഒരു തക്കാളിക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയതും അതിലേക്ക് ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുടംപുളി നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലെടുത്ത് നന്നായിട്ട് കഴുകി ഒരു 3 കഷ്ണം കുടംപുളി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വറക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പച്ചക്കുരുമുളക്, ശകലം പെരുംജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ലേശം കാശ്മീരി മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വറക്കാനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു. നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. മുളക് പൊടി ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മല്ലിപ്പൊടി വേണം ഇടാം. മുളക് പൊടി ഇട്ടാൽ ഉടനെ തന്നെ അത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം 1 സ്പൂൺ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അത് നല്ല പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സാധനങ്ങൾ ഏറെക്കുറെ നമ്മുടെ അടുത്തെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളത് ചെയ്യാവൂ. അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ സാവധാനം എല്ലാം എടുത്ത് വെച്ചുകൊണ്ട്, പിന്നെ ഇത് ഞാൻ കുറച്ച് തേങ്ങ അതിനകത്തേക്ക് അരച്ച് മിക്സിക്കകത്ത് അരച്ച് ആ മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിക്കുക. തേങ്ങയുടെ ഒരു പച്ചമണം പോകുന്നവരെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഉപ്പിടാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ഉപ്പ് ഇടണം. ആ മിക്സി കഴുകി ഇത്തിരി വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. വറക്കാനായിട്ട് എടുത്ത് വെച്ച പച്ചക്കുരുമുളകും, വെളുത്തുള്ളിയും, ഇഞ്ചിയും, മഞ്ഞളും, കാശ്മീരി മുളക് പൊടിയും, കറിവേപ്പിലയും എല്ലാം കൂടെ ഞാൻ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ സെയിം ടൈം തന്നെ റെഡി ആവുന്നുണ്ട്. ഇവിടെ തേങ്ങയും ആ അരപ്പ് തിളച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ അങ്ങ് ഇടുക. ജസ്റ്റ് ഒന്ന് ചട്ടിയെടുത്ത് കറക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ചെറിയ തവി ഉപയോഗിച്ച് ഉടഞ്ഞു പോകാതെ നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് അടച്ച് വെക്കുക. ഇപ്പുറത്ത് വറക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫ്രൈ പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ. നല്ല ഇത് ചക്കിലട്ടിയ വെളിച്ചെണ്ണയാണ്. ഇപ്പം പല വെളിച്ചെണ്ണയും ആ വെളിച്ചെണ്ണയുടെ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നില്ല. വേറെ എന്തൊക്കെയോ കറി എത്ര ചേർത്തെന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണയുടെ ഒരു മണവും രുചിയൊന്നും കിട്ടുന്നില്ല. അത് നമുക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വെളിച്ചെണ്ണ ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില വെക്കുക, അതിന് മുകളിലായിട്ട്. അപ്പോൾ മറിച്ചിടാനും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക മണം ഉണ്ടാകും കേട്ടോ. ആ കറിവേപ്പില വെച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ കറിവേപ്പില വെച്ച് അതിന് ശേഷം ആ മീനതിന് മുകളിൽ നല്ലതായിട്ട് അടുക്കി വെക്കുക. ഇവിടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ഇച്ചിരി കുറവായിപ്പോയി. എടുത്തത്
ലൈറ്റ് ഇട്ടെടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഓക്കെ ആയല്ലോ, ലൈറ്റ് ഓക്കെ ആയി. അതിനുശേഷം നന്നായിട്ട് കറി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കറി നമുക്ക് ഓഫ് ചെയ്യാം. കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കിളിമീൻ തേങ്ങ അരച്ച് വെച്ച കറിയാണ്. കിളിമീൻ സാധാരണ എല്ലാവരും വറക്കാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ഞാനൊന്ന് തേങ്ങ അരച്ച് വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നീട് അത് അങ്ങനെ വെച്ച് നോക്കി. ഇത് അതിൻ്റെ ഫ്രൈയും, കിളിമീൻ ഫ്രൈയും തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും. സാധനങ്ങൾ ആദ്യം എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് ഒരു ടൈമിൽ തന്നെ രണ്ടും റെഡിയാക്കാൻ സാധിക്കും. താങ്ക് യു.